السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. فإن زللتم من بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് മുഖേന MSM സംഘടിപ്പിക്കുന്ന ഈ മഹത്തായ 20ാമത് പ്രോഫ്കോണിൻ്റെ സമാപന സെഷനിൽ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട നേതാക്കളെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, എൻ്റെ പൊന്നനിയന്മാരെ, അനിയത്തിമാരെ, പ്രിയ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ തൗഫീഖ് നൽകിയത് മുഖേന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് അവരൊക്കെ മറ്റുള്ള പല കാര്യങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലും മഹത്തായ ഈ ഒരു ദീനീ വിജ്ഞാന വേദിയിൽ വന്നിരിക്കുവാനും സമയം ചെലവഴിക്കുവാനും സൗഭാഗ്യം സിദ്ധിച്ച, വലിയ തൗഫീഖ് കിട്ടിയ മഹാഭാഗ്യവാന്മാരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്ന പരമപ്രധാനമായ ഒരു കടമ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫത്തൻ, നിങ്ങൾ ഇസ്ലാമിൽ പരിപൂർണമായും പ്രവേശിക്കുവീൻ. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാലടിപ്പാതകളെ നിങ്ങൾ പിന്തുടരരുതേ. കാരണം ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ കൊടിയ ശത്രുവാണ്. ഫഇൻ സലൽതും, അതല്ല ഈ കാര്യങ്ങളൊക്കെയും കൃത്യമായി പഠിച്ചും മനസ്സിലാക്കിയിട്ടും ഇതാണ് സത്യം, ഇത് മാത്രമാണ് സത്യം എന്ന് ഉൾക്കൊണ്ടിട്ടും നേരിന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് പിഴച്ചു പോകാൻ തന്നെയാണ് ഭാവമെങ്കിൽ ഫഇൻ സലൽതും മിൻ ബഅദി മാ ജാഅത്കുമുൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകൾ നിങ്ങൾക്ക് വന്നു കിട്ടിയതിൻ്റെ ശേഷവും ഇനിയും വഴി തെന്നിപ്പോകണം എന്ന് തന്നെയാണ് തീരുമാനമെങ്കിൽ ഫഅലമു, അറിഞ്ഞോളണം, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു വളരെ അന്തസ്സുള്ളവനാണ്, അറിവുള്ളവനാണ്, യുക്തിയുള്ളവനാണ്, അഗാധ ജ്ഞാനിയാണ്. അതൊരു മുന്നറിയിപ്പാണ്, അതൊരു താക്കീതാണ് പ്രിയമുള്ളവരെ. അതൊരു ശക്തമായ നിലക്കുള്ള മനസ്സിൽ കോറിയിടേണ്ടുന്ന അള്ളാഹുവിൻ്റെ കൃത്യമായ നിലക്കുള്ളൊരു താക്കീതായി കാണുക. മാറ്റത്തിന് തയ്യാറാകുന്നില്ലെങ്കിൽ പിടിക്കാനും ഒതുക്കാനും കഴിവുള്ള നാഥനാണ് എന്നുമുള്ളത് എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ആ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു, വിശുദ്ധ ഖുർആനിലെ 2ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറ
208, 209 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. നിങ്ങളുടെ മനസ്സിൽ ഈ സാഹചര്യത്തിൽ ഉണ്ടാകേണ്ടുന്ന പരമപ്രധാനമായ ഒരു തീരുമാനം. ഇതുവരെ മുസ്ലിം എന്ന് പറഞ്ഞു ജീവിച്ചു, പക്ഷേ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ഞാൻ ഇസ്ലാം ഉൾക്കൊണ്ടില്ല. പലരും തെറ്റിദ്ധരിച്ചത് ഇസ്ലാം ആവുക എന്ന് പറഞ്ഞാൽ ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ. പലരും പറയും, എന്താണ് എനിക്കൊരു കുഴപ്പം, ഞാൻ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, റമദാനായാൽ നോമ്പെടുക്കുന്നുണ്ട്. മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും അവൻ മറ്റൊരു വഴിവിട്ട ജീവിതത്തിന്റെ ഉടമയാണ് എങ്കിൽ അവനും പറയുന്നു, എനിക്കൊരു തകരാറുമില്ല, ഞാൻ വളരെ ഉഷാറാണെന്ന്. അതേ അവസരത്തിൽ സഹോദരങ്ങളെ, നമ്മൾ പറയുന്ന ആ വാചകം ദിനേന നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വളരെയേറെ ശക്തമായ ഒരു പ്രതിജ്ഞയുടെ 100% ലംഘനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞാനും നിങ്ങളും നമ്മുടെ 5 നേരത്തെ നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വിനയത്തോടുകൂടെ നെഞ്ചത്ത് കൈവെട്ടി നിന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നുണ്ട്, നാഥ, നിന്നിലേക്ക് മുഖം തിരിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. നീ ആരാണ്? ആകാശഭൂമികളുടെ മുഴുവൻ മുൻമാതൃക കൂടാതെ സൃഷ്ടിച്ച് നടത്തിയിട്ടുള്ള സൃഷ്ടാവായ നാഥൻ. ആ നാഥന്റെ മുമ്പിൽ ഒരു വളവും വക്രതയുമില്ലാത്ത മനസ്സോടെ ഞാനിതാ നിൽക്കുകയാണ്. ഞാൻ ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനല്ല. ആ നാഥനാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവെങ്കിൽ, മറ്റൊരു സൃഷ്ടാവ് ഈ ലോകത്തിനില്ലെങ്കിൽ ആ നാഥനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട്, ആ നാഥന്റെ മുമ്പിൽ മാത്രം എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട്, ആ നാഥന്റെ മുമ്പിൽ മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ട്, എൻ്റെ മനസ്സറിയാവുന്ന നാഥന്റെ മുമ്പിൽ സർവവും സമർപ്പിക്കുവാനുള്ള സന്നദ്ധതയോടുകൂടെ ജീവിക്കുന്ന ഒരു മുസ്ലിമാണ് ഞാൻ അതിൽ നിന്നും മാറി നിൽക്കുകയില്ല. പിന്നെ നമ്മൾ എന്താ പറയുന്നത്? അറിഞ്ഞോ അറിയാതെയോ ഞാനും നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാചകം നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന സ്വലാത്തി, നിശ്ചയം ഞാൻ ഈ നിസ്കരിക്കുന്ന എൻ്റെ നിസ്കാരം, വനുസുക്കി, എൻ്റെ മറ്റുള്ള സർവ അനുഷ്ഠാന കർമ്മങ്ങളും, വമഹ്യായ, അവിടെ എൻ്റെ പ്രിയപ്പെട്ടവർ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കുക, വമഹ്യായ, നിസ്കാരം മാത്രമല്ല ഇസ്ലാം, മറ്റുള്ള കർമ്മങ്ങൾ മാത്രമല്ല ഇസ്ലാം, ഹജ്ജ് മാത്രമല്ല ഇസ്ലാം, വമഹ്യായ, എൻ്റെ ജീവിതം. ഞാനിനി ജീവിക്കുക, ഇനി എൻ്റെ ജീവിതം കഴിഞ്ഞ് ഞാൻ എവിടെ വെച്ചാണോ എൻ്റെ നാഥൻ എനിക്ക് ഒരുക്കിയ മണ്ണിൽ ഞാൻ വീഴുന്നതെങ്കിൽ, എവിടെയാണ് ഞാൻ മരിച്ചു വീഴുന്നതെങ്കിൽ ആ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോകത്തിന്റെയും യജമാനനായ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിരിക്കും. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ഞാൻ എൻ്റെ റബ്ബിന്റെ പൊരുത്തത്തിലേ ജീവിക്കൂ. ഞാൻ മരിക്കുന്നതും ആ നാഥന്റെ പൊരുത്തത്തിലായിരിക്കും. വല്ലാത്തൊരു പ്രതിജ്ഞ, വല്ലാത്തൊരു പ്രതിജ്ഞയാണ് എടുക്കുന്നത്. ലാ ശരീക ലഹു, അവനൊരു പങ്കാളിയുമില്ല. വബിദാലിക ഉമിർതു, അങ്ങനെ തന്നെ ജീവിക്കണമെന്ന് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, ഞാൻ പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ അത് അംഗീകരിക്കുന്ന 100%, ഒരു കണ്ടീഷനുകളുമില്ലാതെ, ഒരു ഉപാധിയുമില്ലാതെ അത് സ്വീകരിക്കാൻ സന്നദ്ധനായ സമ്പൂർണ്ണ മുസ്ലിമീങ്ങളിൽ ഒരു മെമ്പറാണ് ഞാൻ. സർവലോക പരിപാലകനായ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഇന്ന് ളുഹ്റിന് പറഞ്ഞു, ഇനി വരാൻ പോകുന്ന നിസ്കാരങ്ങളിൽ പറയുന്നു, ഓരോ ഘട്ടങ്ങളിലും നമ്മൾ പറയുന്നു. എങ്കിൽ ആ ഗുരുതരമായ നിലക്കുള്ള ഒരു പ്രതിജ്ഞ, ഗൗരവമാർന്ന പ്രതിജ്ഞ, ആ പ്രതിജ്ഞ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും പാലിച്ചോളാമെന്നാണ് നമ്മൾ പറയുന്നത്. പലരോടും ക്യാമ്പസുകളിൽ ബന്ധപ്പെട്ട പലയിടങ്ങളിലും, ദുബായിലെ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു അനുഭവം പറഞ്ഞു. എപ്പോഴും പല രൂപത്തിലുള്ള തിന്മകളിലും മുഴുകിക്കൊണ്ടിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട സഹപാഠിയോട് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള ഒരു പുസ്തകം വെച്ച് നീട്ടിയപ്പോൾ, ഇംഗ്ലീഷിലുള്ള ഒരു പുസ്തകം വെച്ച് നീട്ടിയപ്പോൾ, ആ കുട്ടി തിരിച്ചു ചോദിച്ചത്, ഇതെന്താണ്? ഇത് വായിച്ചു നോക്കൂ, നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും, ഇത് അല്പമൊന്ന് ചിന്തിക്കൂ, ഇതിന്റെ ഏതാനും ഒരു വരികളെങ്കിലും. ആ കുട്ടി തിരിച്ചു പറഞ്ഞത്, ഇത്തരം സീരിയസ് വിഷയങ്ങളിലൊന്നും എനിക്ക് താല്പര്യമില്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇത്തരം സീരിയസ് കാര്യങ്ങളിലൊന്നും ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല. അതെ, മതപരമായ കാര്യങ്ങളിൽ, മരണത്തെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളിൽ താല്പര്യമില്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്നതിനിടക്ക്
സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അറിയാതെ മരണം നമ്മെ മാടി വിളിക്കുകയാണ്. അറിയണം, ഇന്നത്തെ പത്രങ്ങളിൽ നിങ്ങൾ വായിച്ചു, UAE ഷാർജയിൽ ഇന്നലെ നിങ്ങളുടെ പ്രായക്കാരായ 19 വയസ്സുള്ള 3 മക്കൾ 19 വയസ്സുള്ള 3 മക്കൾ ദുബായിലെ സർവകലാശാലയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ ഇന്നലെ അതേ വെള്ളിയാഴ്ച പാതിര പിന്നിട്ട സമയത്ത് അവർ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകാരനെ പോയി സന്ദർശിച്ച് തിരിച്ചു വരുന്നതിനിടക്ക് ദുബായ് ഷാർജയിലുള്ള പ്രത്യേകമായ അതിന്റെ തൊട്ടടുത്തൊരു പ്രദേശത്ത് വെച്ച് ഒരു ആക്സിഡന്റിന് വിധേയമായി 3 ജീവനുകളും നടുറോട്ടിൽ പൊലിഞ്ഞുപോയി. 19 വയസ്സുള്ള നിങ്ങളെപ്പോലെയുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരങ്ങളുടെ പാപം പുറത്തു കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആലോചിക്കൂ, നമ്മുടെ മുമ്പിൽ ഓരോ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ വരികയാണ്. എന്ന് മാറാനാ എന്ന് മാറ്റം വരുത്താനാ നമ്മൾ കാത്തിരിക്കുന്നത്? എവിടെ വെച്ച് മാറാനാ നമ്മൾ ആലോചിക്കുന്നത്? എവിടെ വെച്ച് ഞാൻ മുഴുവൻ നന്നായിക്കൊള്ളാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്? അള്ളാഹു പറയുന്ന, വിശ്വാസികളെ, സമാധാനത്തിൽ ഇസ്ലാമിൽ നിങ്ങൾ പരിപൂർണമായും നിങ്ങൾ പ്രവേശിക്കണം, അതല്ലെങ്കിൽ നാശമാണ്. ചിലത് ഉൾക്കൊണ്ടു, ചിലത് ഉൾക്കൊണ്ടില്ല. പലർക്കും പല രൂപത്തിലുള്ള സ്വഭാവങ്ങൾ കാണുന്നു. ചില പെൺകുട്ടികൾ തട്ടമിട്ടിട്ടുണ്ട്, മുഖമക്കന ധരിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമാ സ്റ്റാറുകളെ കണ്ടാൽ അവരുടെ കൂടെ സെൽഫി എടുക്കാനുള്ള ഒരു വല്ലാത്ത അതിമോഹം. അങ്ങനെ തട്ടമിട്ട മുഖമക്കനയിട്ട പെൺകുട്ടികൾ സിനിമാ സ്റ്റാറുകളുടെ കൂടെ സെൽഫിയിൽ തിളങ്ങുന്ന ഫോട്ടോകൾ വാട്സപ്പുകളിലൂടെ ഫേസ്ബുക്കുകളിലൂടെ പ്രചരിക്കുകയാണ്. എവിടെയുമുണ്ട് മ്യൂസിക്കിന്റെയും സംഗീതത്തിന്റെയും സിനിമയുടെയും തോന്നിവാസത്തിന്റെയും ഗാലറികളിൽ തട്ടമിട്ട പെൺകുട്ടികൾ ഇരിപ്പുണ്ട്. എന്തിനാണ് അവർ തട്ടമിട്ടത്? അതാണോ ഇസ്ലാം? അതല്ലെങ്കിൽ പലരും പറയുന്നു, ഞങ്ങൾക്ക് ഇസ്ലാം ചിലയിടങ്ങളിൽ ഞങ്ങൾ അത് അംഗീകരിക്കുന്നു. ക്യാമ്പസുകളിൽ ഇസ്ലാമില്ല, പള്ളിയിൽ ഇസ്ലാമുണ്ട്. വീട്ടിൽ ഇസ്ലാമില്ല, പുറത്ത് ഇസ്ലാമില്ല, വേറെ ചില രംഗങ്ങളിൽ ഇസ്ലാമുണ്ട്. ആലോചിക്കണം. ഞാനും നിങ്ങളും സൂറത്തുൽ ഫാത്തിഹയിലൂടെ ചില വിഭാഗം ആളുകളിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും അത് ചിന്തിച്ചുകൊണ്ട് പറയുന്നുണ്ടോ ഇല്ല എന്നതാണ് ആലോചിക്കേണ്ടത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, നിന്റെ കോപത്തിന് വിധേയരായ കക്ഷികളിൽ നീ എന്നെ ഉൾപ്പെടുത്തരുത്, പിഴച്ചുപോയ കക്ഷികളിൽ നീ എന്നെ ഉൾപ്പെടുത്തരുത്. അള്ളാഹുവിനോട് നമ്മൾ മനസ്സ് നൊന്തുകൊണ്ട് ചോദിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ ആ വചനം പറഞ്ഞിട്ടാണ് ആമീൻ എന്ന് നമ്മൾ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമാണോ നമ്മുടെ ആ പ്രാർത്ഥനയെങ്കിൽ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണം, 100 വട്ടം ചിന്തിക്കണം. എന്തിനാണ് യഹൂദികൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടായത്? എന്തിനാണ് ഞാനും നിങ്ങളും അള്ളാഹുവിനോട് ഏതൊരു വിഭാഗത്തിൽ നിന്ന് അഭയം ചോദിക്കുന്നുവോ ആ കക്ഷികൾക്ക് അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഉണ്ടാകാൻ എന്താണ് കാരണമായത്? അത് നമ്മളിലും ഉണ്ടായാൽ നമ്മളും ആ വിഭാഗത്തിലല്ലേ ചെന്നു ചേരുന്നത്? അറിയണം, യഹൂദികൾക്ക് എന്താണ് സംഭവിച്ചത്, നസറാനികൾക്ക് എന്താണ് സംഭവിച്ചത്? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അവരെ സംബന്ധിച്ച്, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ് ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തിദ് ദുനിയാ വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. സൂറത്തുൽ ബഖറ 2-ാമത്തെ അധ്യായം 85-ാമത്തെ ആയത്ത്. അള്ളാഹു ചോദിക്കുകയാണ് അവരോട്, യഹൂദികൾക്ക് സംഭവിച്ച പ്രശ്നമാ പറയുന്നത്. അഫതുഅ്മിനൂന, നിങ്ങൾ വിശ്വസിക്കുകയാണോ? ബിബഅദിൽ കിതാബി, വേദഗ്രന്ഥത്തിൽ നിന്ന് ചിലത് നിങ്ങൾ വിശ്വസിക്കുകയും വതക്ഫുറൂന ബിബഅദിൻ, ചിലതിനെ നിങ്ങൾ നിരാകരിക്കുകയും ചെയ്യുന്നു, അവിശ്വസിക്കുകയും ചെയ്യുന്നു. ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും, നിങ്ങളിൽ നിന്ന് ആ സമീപനം സ്വീകരിക്കുന്നവർക്കുള്ള പ്രതിഫലം എന്താണെന്നോ? ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തിദ് ദുനിയാ, ഈ ലോക ജീവിതത്തിൽ തന്നെ കടുത്ത അപമാനം അവർ വാങ്ങേണ്ടി വരും. ഇവിടെ വെച്ച് തന്നെ റബ്ബതിന് പിടിക്കും. ഖിസിയുണ്ട്, അപമാനമുണ്ട്, അവര് നിന്ദിക്കപ്പെടും. തീർന്നില്ല, അതുകൊണ്ട് അവസാനിക്കില്ല. വയൗമൽ ഖിയാമ, മരണാനന്തരം പുനരുത്ഥാന ദിവസം, യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്,
അതികഠിനമായ ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടുകയും ചെയ്യും. ഓർക്കണം, അല്ലാഹു അല്ല ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തിയെ സംബന്ധിച്ചും അല്ലാഹ് ശ്രദ്ധയില്ല, അവൻ കാണുന്നില്ല, കേൾക്കുന്നില്ല, അറിയുന്നില്ലെന്ന് നിങ്ങൾ ആരും ധരിക്കണ്ട. അല്ലാഹ് നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹ് ഒരു പ്രവർത്തനങ്ങളിൽ നിന്നും അശ്രദ്ധനല്ല. പരിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് ഇത് പറയാൻ എന്താ കാരണം എന്നറിയോ? യഹൂദികളും നസറാനികളുമായ ആളുകളിൽ നിന്ന് കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അവരുടെ പഴയ ചില ദുശ്ശീലങ്ങളൊന്നും മാറ്റാൻ തയ്യാറായില്ല. അവർ ഇസ്ലാമായി എന്നവർ പറഞ്ഞു, പക്ഷേ അവരുടെ പഴയ ദുശ്ശീലങ്ങളിൽ ചിലത് ഇസ്ലാമായപ്പോഴും നിലനിർത്തി. അവരോടാ റബ്ബ് പറഞ്ഞത്, വിശ്വാസികളെ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ പരിപൂർണമായും പ്രവേശിക്കണേ. വിശ്വാസരംഗത്ത് ഇസ്ലാം, കർമ്മരംഗത്ത് ഇസ്ലാം, സ്വഭാവരംഗത്ത് ഇസ്ലാം, കുടുംബജീവിതത്തിൽ ഇസ്ലാം, ക്യാമ്പസിൽ ഇസ്ലാം, ഹോസ്റ്റലിന്റെ മുറിറൂമുകളിൽ ഇസ്ലാം, അതുപോലെ തന്നെ തൊഴിൽശാലകളിൽ ഇസ്ലാം. ഏതു മേഖലയിൽ ബന്ധപ്പെടുന്നുവോ അവിടെ മുഴുവനും ഇസ്ലാം, ഇസ്ലാമിലേക്കുള്ള പൂർണ്ണമായ പ്രവേശനം. അതിനൊരുങ്ങാൻ തയ്യാറാണെന്നൊരു മാനസികമായ അവസ്ഥയിൽ എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാര് അനിയത്തിമാര് എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. പക്ഷേ അല്ലാഹു തആല പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഇസ്ലാമിലേക്ക് പൂർണ്ണമായ ഒരു പ്രവേശത്തിന് ഞാനിതാ സന്നദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരുങ്ങണം, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണം എന്ന് പറഞ്ഞ ഉടനെ റബ്ബ് പറഞ്ഞത്, ഫലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശക്തികളെപ്പോഴും പിന്നാലെയുണ്ട്. ആ ശൈത്താന്റെ കാലടിപ്പാതകളെ നിങ്ങൾ സൂക്ഷിക്കണം. നന്നാവണം എന്ന് വിചാരിക്കുന്നവന്റെ പിന്നാലെ ആ ശൈത്താൻ ഉണ്ടാവുക, അല്ലാത്തവന്റെ പിന്നാലെ വരേണ്ടതില്ലല്ലോ, അവൻ ഓൾറെഡി ചീത്തയാണ്. നന്നാവണം, തിരിച്ചു പോകണം, മാറണം, മാറ്റണം എന്ന ചിന്തയോടെ പോകുമ്പോ അതേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞയെടുത്തൊരു ശക്തിയുണ്ട്. ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നു, മനുഷ്യരെ നിങ്ങൾ നന്നാകുവാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഓർക്കണം, നന്നാവാൻ സമ്മതിക്കാത്ത ഒരു ശക്തി നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. ആ ശക്തി എപ്പോഴും എന്തിനു വേണ്ടിയാണ് റെഡിയായി നടക്കുന്നത്? അല്ലാഹുവിനോട് അവൻ പറഞ്ഞതാണ്, നന്നാവാൻ വിചാരിച്ചുകൊണ്ട് നന്മയുടെ മാർഗത്തിലേക്ക് തിരിഞ്ഞു പോകാനും, നന്മയുടെ മാർഗത്തിലേ ഇനി ഞാൻ പ്രവർത്തിക്കൂ, എൻ്റെ ദുശ്ശീലങ്ങളോട് ഞാൻ സമ്പൂർണമായും വിട പറയുന്നു, എൻ്റെ ദുഷിച്ച സംസ്കാരത്തോട് ഞാനിതാ മാറ്റം വരുത്തുന്നു, ഞാനിനി കൃത്യമായി ഒരു മുസ്ലിമാണ്, എല്ലാ അർത്ഥത്തിലും ഞാൻ മുസ്ലിമാണ്, 100% ഇസ്ലാമിനെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ഉൾക്കൊള്ളുന്ന മുസൽമാനാണ് ഞാൻ എന്ന് പറഞ്ഞൊരു മാറ്റത്തിന് വിധേയരാകുമ്പോ അല്ലാഹ് പറയുകയാണ്, ശൈത്താൻ അവിടെയുണ്ട്. ലഅഖുദന്ന ലഹും, ഞാൻ അവരുടെ വഴിയിൽ കുത്തിയിരിക്കും. ഏത് വഴിയിൽ? സിറാത്തക്കൽ മുസ്തഖീം, നേരായ നിന്റെ റൂട്ടിൽ ഞാൻ കുത്തിയിരിപ്പ് നടത്തും. നമ്മുടെ വഴിയിൽ, നന്നാകാൻ ഒരുങ്ങുന്നവരുടെ വഴിയിൽ ശൈത്താൻ ഇടങ്കോലിടും, മാർഗതടസ്സം സൃഷ്ടിക്കും. എങ്ങനെയൊക്കെ ഒരു വഴിയിലല്ല, പ്രലോഭനങ്ങളിലൂടെ, വ്യാമോഹിപ്പിക്കലുകളിലൂടെ, അതുപോലെ തന്നെയുള്ള പല രൂപത്തിലുള്ള കസർത്തുകളിലൂടെ, വാചക കസർത്തുകളിലൂടെ, അതുപോലെ തന്നെയുള്ള വാഗ്ദാനങ്ങളിലൂടെ, സുന്ദര മോഹന വാഗ്ദാനങ്ങളിലൂടെ, കൊതിപ്പിക്കലുകളിലൂടെ ഒക്കെ ശൈത്താൻ കൂടെ ഉണ്ടാകും. അതിനവൻ പറഞ്ഞ മാർഗം എന്താണ്? സുമ്മല ആതിയന്നഹും, എന്നിട്ടവരെ ഞാൻ സമീപിക്കും, അവരുടെ മുന്നിലൂടെ, അവരുടെ പിന്നിലൂടെ, വലതുവശത്തിലൂടെ, ഇടതുവശത്തിലൂടെ, നാനാവിധേനയും നന്നാവാൻ വിചാരിക്കുന്നവരെ പിടിക്കാൻ വേണ്ടി ഞാൻ ഏറ്റവും വലിയ ശ്രമം നടത്തുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് അല്ലാഹ് പറയുന്നത്, ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കാൻ ഒരുങ്ങിയവരോട് പറയാണ്, നിങ്ങളെ അതിന് സമ്മതിക്കാത്തൊരു ശക്തി നിങ്ങളുടെ സിരകളിലൂടെ അഥവാ ബ്ലഡ് ഓടുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ ശൈത്താനുണ്ട്.
അവൻ നിങ്ങളിൽ ഏറ്റവും വലിയ രൂപത്തിലുള്ള പണിയെടുക്കും. അതുകൊണ്ട് വലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റി പോകരുത്, ഖുതുവാതിശ് ശൈത്താൻ, പിശാചിന്റെ കാലടിപ്പാതകളെ. ഇന്നഹു ലകും അദുവ്വും മുബീൻ, അവൻ സുവ്യക്തമായ, നിങ്ങളുടെ സുവ്യക്തമായ ശത്രു തന്നെ. അത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ആണ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഇന്ന് ഇഷ്ടം. അഡ്ജസ്റ്റ്മെന്റ് ഇസ്ലാമിനോടാണ് എല്ലാവർക്കും താല്പര്യം. ഇത്ര തീവ്രത വേണോ? ഇത്ര കണിശത വേണോ? പാന്റ് വലിഞ്ച് താഴ്ന്നു പോയാൽ, അതുപോലെ തന്നെ മുഖത്തുള്ള രോമമൊന്ന് വടിച്ചു നീക്കിയെങ്കിൽ, അതല്ലെങ്കിൽ ഒന്ന് കണ്ടുപോയാൽ, ഒന്ന് നോക്കിപ്പോയാൽ, ഒന്ന് തൊട്ടുപോയാൽ, ഇതൊക്കെയാണോ? ഇത്ര കണിശത വേണോ? ഇത്ര കണിശമാണോ? ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വാക്കിലൂടെ ഇതിന്റെ ഉള്ളിലേക്ക് കയറുമെങ്കിൽ ചില വാക്കിലൂടെ പെട്ടെന്ന് പുറത്തേക്കും പോകും. ഇതുവരെ അമുസ്ലിമായിരുന്ന ഒരു മനുഷ്യൻ ഞാനിനി മുസ്ലിമാകാൻ സന്നദ്ധനാണെന്ന് പറയുമ്പോ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന സത്യസാക്ഷ്യത്തിന്റെ വചനത്തിലൂടെ അവൻ ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് കടന്നു. എത്ര എളുപ്പമാ കടന്നത്! അതിനേക്കാൾ വേഗതയിൽ പുറത്തു കിടക്കാനും അവന്റെ ചില മനോഗതികളിൽ നിന്ന് ഉരുണ്ടുകൂടുന്ന ചില വാക്കുകൾ മതി, ചില നോക്കുകൾ മതി, ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ മതി, അതുമായി ബന്ധപ്പെട്ട രൂപത്തിലുള്ള കാര്യങ്ങൾ മതി തെറിച്ചു പോകാൻ. നിഷേധത്തോടുകൂടി, പരിഹാസത്തോടുകൂടി ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമങ്ങളെ വീക്ഷിച്ചാൽ, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചാൽ, അകത്ത് കയറിയതിനേക്കാൾ സ്പീഡിലതായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ്. യംറുഖൂന മിനദ്ദീൻ, ഇസ്ലാമിൽ നിന്നവരെ പുറത്തേക്ക് തെറിച്ചു പോകുന്നു. വേട്ടമൃഗത്തെയും തുളച്ചുകൊണ്ട് അമ്പ് പുറത്തേക്ക് ചാടും പോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകും. വളരെ ഗൗരവമല്ലേ? ഇസ്ലാം കണിശമായത് കണിശം തന്നെയാണ്. ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചത് അതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നന്നാവണം എന്ന് വിചാരിക്കുന്നവരുടെ മുമ്പിൽ ശൈത്താൻ ഉണ്ടാക്കുന്ന കുറെ പ്രലോഭനങ്ങളുണ്ട്, കുറെ മാർഗതടസ്സങ്ങളുണ്ട്. അതൊരു പക്ഷേ ബാപ്പയുടെ രൂപത്തിലാവാം, ഉമ്മയുടെ രൂപത്തിലാവാം, മക്കളുടെ രൂപത്തിലാവാം, സഹോദരങ്ങളുടെ രൂപത്തിലാവാം, ഭാര്യയുടെ രൂപത്തിലാവാം, ഭർത്താവിന്റെ രൂപത്തിലാവാം, നിങ്ങളുടെ കൂട്ടുകാരുടെ രൂപത്തിലാവാം, ബന്ധുമിത്രാദികളുടെ രൂപത്തിലാവാം. നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ സോഴ്സ് അത് നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലൂടെയാകാം. ഏതൊക്കെ രീതിയിൽ വരാമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറതുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈകും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. സൂറത്തു തൗബയിലെ 24-ാമത്തെ വചനം അല്ലാഹു പറയുകയാണ്, പറയൂ പ്രവാചകരെ, പഠിപ്പിച്ചു കൊടുക്കൂ ജനങ്ങൾക്ക്, നന്നാവാൻ വിചാരിക്കുന്ന ആളുകളോട്, നന്നായി ജീവിക്കണം എന്ന് വിചാരിക്കുമ്പോ നിങ്ങൾക്കതിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങണം. ഇനി ഞാൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ജീവിക്കണം. ആ മാർഗത്തിൽ എന്നാലാകുന്നത് എൻ്റെ ക്യാമ്പസിൽ ഞാൻ ചെയ്യും, എൻ്റെ അയൽ വീട്ടിൽ ഞാൻ ചെയ്യും, എൻ്റെ നാട്ടിൽ ഞാൻ ചെയ്യും, എൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഞാൻ ചെയ്യുമെന്ന് തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾക്കതിൽ നിന്ന് പലപ്പോഴും അതിന് തടസ്സമായി ഇനി വരാൻ പോകുന്നവർ ബാപ്പയാവാം, ഉമ്മയാവാം, മക്കളാവാം, മറ്റു ബന്ധപ്പെട്ട പലരുമാവാം. അള്ളാഹു ചോദിക്കുകയാണ്, പറയൂ പ്രവാചകരെ, നിങ്ങളുടെ പിതാക്കളാണോ, നിങ്ങളുടെ മാതാപിതാക്കളാണോ, നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സഹോദരന്മാരും നിങ്ങളുടെ ഭാര്യമാരും, അതല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരും, അതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികളും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ രൂപത്തിലുള്ള സംവിധാനങ്ങളും, നിങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ താമസ സ്ഥലങ്ങളും, വിദ്യാർത്ഥികളെ നിങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ക്യാമ്പസുകൾ, നിങ്ങളുടെ ഹോസ്റ്റലുകൾ, ആ ഹോസ്റ്റലുകളുടെ തിരക്കുകൾക്കിടയിൽ നിന്ന് പതിരാവിൽ ഒഴിഞ്ഞിരുന്നു കൊണ്ട്
വളരെ മോശപ്പെട്ട ഫിലിമുകൾ ആസ്വദിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളിൽ നിന്ന് അതേ അവിടെയുള്ള പല കേന്ദ്രങ്ങളിലും പോയി മയക്കുമരുന്നുകൾ കുത്തിവെച്ചും പുകച്ചുരുളുകൾ ഊതിവിട്ടുകൊണ്ടും വളരെ മോശപ്പെട്ട ഒരു സംസ്കാരത്തിന് അടിമപ്പെട്ടിരുന്ന ഏറ്റവും വലിയ ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് എങ്ങനെയോ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ മഹത്തായ MSM ഒരുക്കിയ പ്രോഫ്കോണിൽ എത്തി വന്നിട്ട് ആ ഒരു ജീവിതത്തിന്റെ കൃത്യമായ ദിശാബോധം ഇവിടെ നിന്ന് കിട്ടിയപ്പോൾ അല്ലാഹുവേ നീയാണ് എനിക്കിനി വലുത്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്താണ് എനിക്ക് വലുത്, ആ പാതയിൽ ഇനി മുന്നേറാനാണ് എൻ്റെ ശിഷ്ടജീവിതം എന്ന് തീരുമാനിക്കുമ്പോ ഹോസ്റ്റലിലെ നിന്റെ താമസമുറിയാണോ നിനക്ക് ഏറ്റവും വലുതെങ്കിൽ, നിന്റെ കൂട്ടുകാരാണ് ഇനിയും നിനക്ക് വലുതെങ്കിൽ, നിന്നെ കാത്തുകൊണ്ട് പഴപ്പിക്കാൻ വേണ്ടി തോളിൽ കൈവച്ച് നിന്നെ മറ്റൊരു ദിശയിലേക്ക് പിടിച്ചു കൊണ്ടുപോകാൻ കാത്തു നിൽക്കുന്ന പലരുമാണ് നിനക്ക് അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും ആ പാതയിൽ നിങ്ങൾ ത്യാഗനിർഭരമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്നതിനേക്കാളും നിങ്ങൾക്ക് അവരൊക്കെയാണ് നല്ലതെങ്കിൽ ഫതറബ്ബസൂ, നിങ്ങൾ കാത്തിരുന്നോളൂ, അള്ളാഹുവിന്റെ ശിക്ഷ കൊണ്ടുവരും അവൻ, അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. റബ്ബിന്റെ ശിക്ഷ ഇത് നീ പ്രോഫ്കോണിൽ നിന്ന് മനസ്സിലാക്കിയ വിജ്ഞാനത്തിന് വിരുദ്ധം പ്രവർത്തിച്ചതിന് തരുന്ന ശിക്ഷയാ എന്നൊന്നും പറഞ്ഞിട്ട് അള്ളാഹു ശിക്ഷിക്കൂല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഇത് നീ മനസ്സിലാക്കിയ ഇൽമിൽ നിന്ന് വഴിമാറിപ്പോയതിന്റെ തിക്തഫലം അള്ളാഹ് നിനക്ക് തന്നതാ, ഇതാ ഞാൻ നിനക്ക് തരുന്നതാണെന്നും പറഞ്ഞിട്ട് അള്ളാഹ് പരീക്ഷിക്കൂല. അള്ളാന്റെ പരീക്ഷണങ്ങൾ ഓരോന്നും വരുമ്പോഴും ഓരോ കാരണങ്ങൾ കണ്ടെത്താൻ അവിടെയും ശൈത്താൻ ഇടപെടും. ഒരു പ്രയാസം വന്നു, ഒരു ബുദ്ധിമുട്ട് വന്നു, ശൈത്താൻ പറയും അത് നിന്റെ തിന്മയുടെ ഫലമാണെന്നും തെറ്റിദ്ധരിക്കണ്ട, അതൊരു പ്രകൃതിപരമായ ഒരു വിശേഷണം, അല്ലെങ്കിൽ ഒരു പ്രകൃതിപരമായ ഒരു കാരണം, അല്ലെങ്കിൽ നിനക്ക് എന്തോ ഒരു പ്രത്യേകമായ ഒരു കാര്യം ബാധിച്ചു, അതിലപ്പുറമൊന്നും ചിന്തിക്കേണ്ടതില്ല, അതൊന്നും ഇത്ര സീരിയസ് ഇഷ്യൂ ആയിട്ട് ഇതുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല എന്നാ ശൈത്താൻ പറയാ. പക്ഷേ അല്ലാഹു തആല പറഞ്ഞതെന്താ, റബ്ബ് പറഞ്ഞതെന്താ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് അയ്ദിന്നാസ്, കരയിലും കടലിലും നാശങ്ങളും കുഴപ്പങ്ങളും പ്രചരിക്കുന്നതും പ്രകടമാകുന്നതും മനുഷ്യരുടെ കരങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ചെയ്തികൾ നിമിത്തമാകുന്നു. പാപങ്ങൾ നിമിത്തമാണ് റബ്ബ് പിടിക്കുന്നത്. പാപങ്ങൾ പെരുകുമ്പോൾ അത് മുഖേന പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു സമൂഹത്തിൽ വൃത്തികേടുകൾ പ്രചരിക്കുന്നുവോ, ഏതൊരു സമൂഹത്തിൽ ലൈംഗികമായ അരാജകത്വങ്ങൾ പ്രചരിക്കുന്നുവോ, ഇല്ലാ ഫശാ ഫീഹിമുത് തഊൻ വൽ ഔജാഅ്, വലിയ വലിയ രോഗങ്ങളും മരുന്നില്ലാത്ത ചികിത്സയില്ലാത്ത രോഗങ്ങളും മാറാവ്യാധികളും മുൻഗാമികളായ ആളുകൾക്ക് കേട്ടുപോലും പരിചയമില്ലാത്ത രൂപത്തിലുള്ള മഹാമാരികളും കാരണത്താൽ ഒരു സമൂഹം അതാ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പറഞ്ഞത്. അതുകൊണ്ട് ചിന്തിക്കണം, അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും ആ പാതയിൽ ത്യാഗനിർഭരമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്നതിനേക്കാളും എനിക്ക് വലുത് അള്ളാഹു ഇവിടെ എണ്ണിപ്പറഞ്ഞ ഇവരൊക്കെയാണെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഏതൊക്കെ രൂപത്തിൽ വരും നമുക്കറിഞ്ഞുകൂടാ. അതാണല്ലോ പറഞ്ഞത്, യഹൂദികൾക്ക് സംഭവിച്ചത്, നസറാനികൾക്ക് സംഭവിച്ചത്, അവര് വേദഗ്രന്ഥത്തിൽ നിന്ന് ചിലത് ഉൾക്കൊണ്ടു, ചിലതിനെ തള്ളിക്കളഞ്ഞു. നമുക്കിഷ്ടമുള്ളയിടത്ത് ഇസ്ലാം, നമുക്കിഷ്ടമില്ലാത്തിടത്ത് ഇസ്ലാമില്ല. ഇസ്ലാം എല്ലാ രംഗത്തും നമുക്ക് ഇസ്ലാം. കോളേജ് ഡേ വരുമ്പോൾ ഇസ്ലാം മറക്കുന്നു, അവിടെയുള്ള ഡാൻസുകളും മാട്ടും പാട്ടും നടക്കുമ്പോൾ അവിടെ ഇസ്ലാം മറക്കുന്നു, സുഹൃത്തിന്റെ കല്യാണ പന്തലിലെത്തുമ്പോൾ അവിടെ ഇസ്ലാം മറക്കുന്നു, അവിടെ കൂടിച്ചേരലുകൾ നടക്കുന്നു, തലേന്ന് മദ്യത്തിന്റെ കുപ്പികൾ പൊട്ടിച്ച് ആ രൂപത്തിലുള്ള താണ്ഡവമാടുന്നു, പല രൂപത്തിലുള്ള സംസ്കാരങ്ങൾക്ക് വഴിപ്പെട്ടു പോകുന്നു. പറയുമ്പോ പറയും ഞാൻ നിസ്കരിക്കുന്നുണ്ട്. അല്ലാഹു പറയുന്നത് അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്ന് ചിലത് വിശ്വസിക്കുകയും വതക്ഫുറൂന ബിബഅദിൻ, ചിലതിനെ തള്ളിക്കളയുകയുമാണോ? അത് ചെയ്യുന്നവർക്ക് ദുനിയാവിൽ തന്നെ അപമാനമുണ്ട്, പരലോകത്ത് കഠിനകഠോരമായ ശിക്ഷയുണ്ട്. എത്രയോ മാതാപിതാക്കൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കോടതി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന കണ്ണുനീരലിയിക്കുന്ന രംഗങ്ങൾക്ക് കേരളം എത്രയാണ് ക്യാമ്പസുകളിലെ മക്കളെ. നിങ്ങളെ പോലെയുള്ള പല മക്കളുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളം എത്ര കണ്ണുനീരാ കണ്ടത്. അവളൊരുത്തനെ കണ്ടെത്തി, അവനൊരുത്തിയെ കണ്ടെത്തി. ഇതുവരെ തന്നെ നൊന്ത് പ്രസവിച്ച മാതാവിനോടൊരക്ഷരം ആലോചിച്ചില്ല.
ഉപ്പയോടൊരക്ഷരം ആലോചിച്ചില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ടവന്റെ പിന്നാലെ ഇറങ്ങിപ്പോയതാണ്, ഇഷ്ടപ്പെട്ടവളുടെ പിന്നാലെ ഇറങ്ങിപ്പോയതാണ്. കോടതിയിൽ വെച്ച് പെറ്റ മാതാവും പിതാവും നിൽക്കുന്നുണ്ട്. അപ്പുറത്തതായി ഇന്നലെ കണ്ടെത്തിയവൾ നിൽക്കുന്നുണ്ട്, ഇന്നലെ കണ്ടെത്തിയവൻ നിൽക്കുന്നുണ്ട്. അവനേത് മതക്കാരനാവട്ടെ എന്ന പ്രശ്നമില്ല. അവിടെ ജഡ്ജി ചോദിക്കുകയാണ്, നീ ആരുടെ കൂടെയാ പോകുന്നത്? 10 മാസം അതേ നിന്നെ നൊന്ത് പ്രസവിച്ച് ആ പ്രസവത്തിന്റെ ശേഷം നിനക്ക് പാലൂട്ടി തേനൂട്ടി വളർത്തി, കൈ വളരുന്നു കാല് വളരുന്നു എന്ന് നോക്കിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ, എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ എന്ന് പറഞ്ഞ് ആ പൊന്നുമോൾക്കൊരു പനി പിടിച്ചാൽ വരെ ശരിക്കൊന്നുറങ്ങാൻ കഴിയാതെ ഉമ്മയുടെ മടിത്തട്ടിൽ പോലും നിങ്ങൾ വിസർജിച്ച വിസർജ്യങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണെങ്കിൽ പോലും മറുകൈ കൊണ്ട് വാരിക്കോരി വൃത്തിയാക്കിയ ആ പൊന്നുമ്മയുടെ കൂടെ പോകുന്നോ, ആ ഉപ്പയുടെ കൂടെ പോകുന്നോ എന്ന് കോടതിയിൽ വെച്ച് ജഡ്ജി ചോദിച്ചപ്പോ, ഞാൻ ഇന്നലെ കണ്ട രാമന്റെ കൂടെ ഇറങ്ങുന്നു, ഇന്നലെ കണ്ട ജോസഫിന്റെ കൂടെ ഇറങ്ങുന്നു, ഇന്നലെ കണ്ട അബൂബക്കറിന്റെ കൂടെ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് ആ പൊട്ടിക്കരയുന്ന ഹൃദയത്തിന്റെ ആ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ച എത്രയോ ക്യാമ്പസിലെ പ്രണയമെന്ന അപകടത്തിന്റെ ചതിക്കുഴിയിൽപ്പെട്ട എന്റെ പൊന്നുമക്കൾ. ആലോചിക്കണം, നിങ്ങൾ ആരെയാ വേദനിപ്പിക്കുന്നത്? ആ ശാപത്തിന്റെ കണ്ണുനീര് ഏത് കാലത്താണ് തോരുക? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ സാന്ദർഭികമായി നിങ്ങൾ ഓർക്കണം, ഇന്ന് ജീവിച്ചിരിക്കുന്ന പല ഇരകളും അതിനുണ്ട്. ഉമ്മയുടെ കൽബ് പൊട്ടിയിട്ട് ആ ഉമ്മ കണ്ണുനീരോടുകൂടെ, മോളെ പോകല്ല മോളെ, ഉമ്മയാണ് മോളെ നിന്നെ വിളിക്കുന്നത്, വായന്റെ കൂടെ വാഹനത്തിലേക്ക് കയറ്, ഈ ബന്ധത്തിന് എൻ്റെ മോള് തയ്യാറാവരുതെന്ന് കരഞ്ഞു കലങ്ങിയ പൊട്ടുന്ന കൽബുമായി ഉമ്മ പറഞ്ഞപ്പോഴും മുഖം വെട്ടിച്ചുകൊണ്ട് ഇന്നലെ കണ്ടവന്റെ പിന്നാലെ ധിക്കാരത്തോടെ കയറിപ്പോയ പെണ്ണ്, ആ പെണ്ണിന്റെ അവസ്ഥ ഇന്നെന്താണ്? ഭ്രാന്തിയായി നടക്കുന്നവരില്ലേ, മനോരോഗികളില്ലേ, വൃക്കകൾക്ക് തകരാറ് വന്നുകൊണ്ട് പൊട്ടിക്കരയുന്നവരില്ലേ, ഉമ്മയുടെ നെഞ്ചത്തേക്ക് നൊന്തുപറ്റ ഗർഭപാത്രമടങ്ങുന്ന വയറ്റത്തേക്ക് അതേ മുഷ്ടി ചുരുട്ടിയിട്ട് കൈകൊണ്ട് ഇടിച്ചവർ, കാലുകൊണ്ട് ഇടിച്ചവർ, തളർന്നു കിടന്നുകൊണ്ട് എന്തോ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അടച്ചിട്ട ഇരുട്ടറകളിൽ നിന്നും ജീവിതം കഴിച്ചു കൂട്ടുന്ന മക്കളില്ലേ? അല്ലാഹുവിന്റെ വചനം ഓർക്കണം നിങ്ങൾ പ്രിയപ്പെട്ടവരെ. ഉമ്മയുടെ കണ്ണുനീര് ഭൂമിയിൽ വീണാൽ, ഉപ്പയുടെ കണ്ണുനീര് ഭൂമിയിൽ വീണാൽ, ആ തോരാത്ത കണ്ണുനീരിൽ നിന്ന്, ആ തോരാത്ത കണ്ണുനീരിന്റെ ദുരന്തം ഈ ജീവിതത്തിൽ മുതൽക്കേ അനുഭവിക്കാൻ തുടങ്ങും. ഈ ജീവിതത്തിലും രക്ഷപ്പെടില്ല, നാളെ പരലോകത്തും രക്ഷപ്പെടില്ല. അതുകൊണ്ട് ഏറ്റവും പരമപ്രധാനമാണ്, അപമാനം ദുന്യാവിലും കിട്ടും ഉമ്മയെ ധിക്കരിക്കുമ്പോൾ. ഇസ്ലാമാണ്, പക്ഷേ വീട്ടിലെത്തിയാൽ ഉമ്മയെ അനുസരിക്കാൻ തയ്യാറില്ല. എൻ്റെ തീരുമാനമാണ് എനിക്ക് വലുത്, ഉപ്പയുടെ തീരുമാനം എനിക്ക് ആവശ്യമില്ല, ഞാനതിന് മാത്രം വളർന്നുപോയി, ഞാനതിന് മാത്രം ഉന്നത സ്ഥാനീയനായി എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ആ രൂപത്തിൽ അള്ളാഹുവിന്റെ നിയമങ്ങളെ മുഴുവനുമായി നെഞ്ചേറ്റാതെ തനിക്കിഷ്ടമുള്ളത് സ്വീകരിച്ച് തനിക്കിഷ്ടമില്ലാത്തത് തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു ഇരട്ടത്താപ്പ് നയമാണ് ദീനിൽ നിങ്ങൾ തുടരുന്നതെങ്കിൽ ഈ ലോക ജീവിതത്തിൽ തന്നെ അപമാനമുണ്ടാകും. തീരുമോ അതുകൊണ്ട് ഇല്ല. വയൗമൽ ഖിയാമ, മരണാനന്തരം പരലോകത്ത് അതികഠിനമായ ശിക്ഷയിലേക്ക് തള്ളപ്പെടും. അതുകൊണ്ട് മുഴുവനായി ഇസ്ലാമിൽ പ്രവേശിക്കുക, ഒന്നും മുമ്പിൽ തടസ്സമാകരുത്. മുഴുവനായി ഇസ്ലാമിൽ പ്രവേശിക്കുന്നതിന്റെ ഭാഗമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇസ്ലാം പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ പഠിച്ച ഇസ്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഞാൻ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിച്ച് തരേണ്ടതില്ലല്ലോ. വല്ലസുർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ജുസിലുള്ള 2 വരിയോളം വരുന്ന ആയത്തുകളുള്ള ആ കൊച്ചു സൂറത്ത് കാലഘട്ടം തന്നെ സാക്ഷിയാണ്. മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്. ആ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനും നിങ്ങളും നടക്കുന്ന എല്ലാ മനുഷ്യരോടും അല്ലാഹു പറയുന്ന 4 ഉപാധികൾ: വിശ്വാസം ശരിയാവണം, കർമ്മം ശരിയാവണം, അതുകൊണ്ട് തീർന്നില്ല, വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് നിങ്ങൾ പരസ്പരം ഉപദേശം നടത്തണം. സത്യം കൊണ്ട് ഉപദേശം നടത്തണം. നിങ്ങൾ മനസ്സിലാക്കിയത്, നിങ്ങൾ എത്ര ക്ഷണിച്ചിട്ടും നിങ്ങളുടെ കൂടെ വരാത്തവർ നിങ്ങളുടെ തൊട്ട് ബെഞ്ചുകളിൽ കാണാൻ പോവുകയാണ്, തൊട്ടടുത്ത ഇരിപ്പിടങ്ങളിൽ കാണാൻ പോവുകയാണ്. ഹോസ്റ്റലിന്റെ ഇടിഞ്ഞു പൊളിഞ്ഞതും അല്ലാത്തതുമായ, സുഖലോലുപത നിറഞ്ഞതും അല്ലാത്തതുമായ റൂമുകളിൽ നിങ്ങൾ കാണാൻ പോവുകയാണ്. പക്ഷേ അവർക്ക് നിങ്ങൾ ഈ വെളിച്ചം എത്തിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? ആ ബാധ്യത നിങ്ങൾക്കില്ലേ പ്രിയമുള്ളവരെ?
അതെത്തിക്കാത്തവൻ രക്ഷപ്പെടില്ലെന്ന് നിർബന്ധ ബാധ്യതയായിട്ടാണ് അള്ളാഹു പറയുന്നത്. ഏറ്റവും സത്യം കൊണ്ട് നമ്മൾ പരസ്പരം ഉപദേശിക്കണം. അപ്പോഴേ എൻ്റെ ഇസ്ലാം പൂർണ്ണമാകൂ. ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇസ്ലാം പൂർണ്ണമാകണമെങ്കിൽ ഞാൻ നിസ്കരിച്ചു നോമ്പ് നോറ്റ് ഞാൻ ശുദ്ധനായതുകൊണ്ട് മാത്രമായില്ല, ഞാൻ മനസ്സിലാക്കിയ വെളിച്ചം എത്തിയിട്ടില്ലാത്തവരിലേക്ക് എത്തിക്കണം. ഹക്ക് കൊണ്ട് പരസ്പരം ഉപദേശിക്കണം നിങ്ങൾ. അതിന് വലിയ ക്ഷമ വേണം, നല്ല സഹനം വേണം, നല്ല ക്ഷമ വേണം. അങ്ങനെ നിങ്ങൾ തയ്യാറായിക്കൊണ്ട് നിങ്ങളുടെ ക്യാമ്പസുകളിലേക്ക് മടങ്ങിച്ചെന്ന് അള്ളാഹുവിൻ്റെ ഈ ദൗത്യത്തെ നിങ്ങൾ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ശ്രമങ്ങൾ നടത്തി കുറേ ആളുകളെ നിങ്ങൾ കൂട്ടി MSMന്റെ യൂണിറ്റ് ഇട്ട് CRE സംവിധാനങ്ങൾക്ക് തുടക്കം കുറിച്ച് അങ്ങനെയൊക്കെ നിങ്ങളിങ്ങനെ മുന്നോട്ട് വളരെ ഉഷാറായി അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില ഇടങ്കോലിടുന്ന പിശാചുക്കൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാർഗതടസ്സമുണ്ടാക്കും. വളരെ ശ്രദ്ധിക്കണം. എന്തും പറഞ്ഞിട്ടാ വരിക? നീ എന്താടോ ദഅവത്തിനിറങ്ങിയിരിക്കുന്നത്? നീ ആലിമാണോ? നിനക്ക് ഇൽമുണ്ടോ? നീ മെഡിക്കൽ കോളേജിൽ 5 കൊല്ലം പഠിച്ചു പൂർത്തിയാക്കുമ്പോ 1-ാം വർഷം നീ ജനരോഗികളെ ചികിത്സിക്കാറുണ്ടോ? 2ാമത്തെ കൊല്ലം നീ രോഗികളെ ചികിത്സിക്കാറുണ്ടോ? എഞ്ചിനീയറിംഗിന് നീ പഠിക്കുമ്പോ, നീ സിവിലിന് പഠിക്കുമ്പോ 1-ാം വർഷവും 2-ാം വർഷവും നീ പ്ലാൻ വരച്ച് വീടുണ്ടാക്കാൻ നിൽക്കാറുണ്ടോ? ഇല്ല. എങ്കിൽ ഈ ദീനിന്റെ കാര്യത്തിൽ എന്തേ നീ എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോഴേക്കത് പറയാൻ നടക്കുന്നത്? അതുകൊണ്ട് നിനക്ക് ഇൽമില്ല. മിണ്ടാതിരിക്കണം, ഒന്നിലും വേണ്ട, ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണം. അതാണ് ശരിക്കുള്ള ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയ വെളിച്ചത്തെ മനസ്സിലാക്കിയിട്ടില്ലാത്തവരിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളോട് ഇടങ്കോലിടുന്നവർ ആരായാലും ഒരു ചരിത്രം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഓർമ്മപ്പെടുത്തട്ടെ. എത്ര ഇൽമുണ്ടായാലാ ദഅവത്ത് നടത്തുക? എനിക്കറിവുള്ള ഒരു കാര്യം എനിക്ക് മറ്റൊരാളോട് പറഞ്ഞുകൂടെ? നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസിന്റെയും ഹോസ്റ്റലുകളുടെയും പരിസരങ്ങളിലൊക്കെ തിമർത്താടിക്കൊണ്ടിരിക്കുന്ന ഒരു തിന്മ, അത് 100% ഹറാമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ അത് ഹറാമാണ്, അത് പാടില്ല, അരുതെന്ന് പറയുന്ന ഒരു CD കൊടുക്കാൻ, ഒരു ലഘുലേഖ കൊടുക്കാൻ, ഒരു ക്ലാസ്സിലേക്ക് അവരെ ക്ഷണിക്കാൻ, ഒരു ഖുത്ബ അവരെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് ഇൽമ ആവശ്യമുണ്ടോ? വേറെ ഇൽമ ആവശ്യമുണ്ടോ? അവരോട് സംവദിക്കുമ്പോ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ ഫസ്അലൂ അഹ്ലൽ ദിക്രി, അറിവുള്ളവരോട് നിങ്ങൾ ചോദിച്ചു പഠിക്കൂ. ഇൻ കുൻതും ലാ തഅലമൂ, നിങ്ങൾ അറിവില്ലാത്തവനാണെങ്കിൽ. എന്നാലും ദഅവത്തിന്റെ രംഗത്ത് നിന്ന് പിന്മാറരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇസ്ലാം പഠിച്ചു മനസ്സിലാക്കാൻ വേണ്ടി അറബ് ലോകത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന്, ദൂരദിക്കുകളിൽ നിന്ന് ഓരോ സംഘങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാലം, ആ കൂട്ടത്തിൽ വഫദു അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന ഒരു സംഘം വരികയാണ്. അബ്ദുൽ ഖൈസ് എന്ന് പറയുന്നയാളുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം, അത് 10-13 ആളുകളാണെന്നും വേറെ റിപ്പോർട്ടിൽ മറ്റൊരവസരത്തിൽ 40ഓളം ആളുകളാണ് വന്നതെന്നുമൊക്കെ നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, എന്തിനാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടപാട് മർഹബാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്വീകരിച്ചു. അതേ, ഈ പ്രോഫ്കോണിന്റെ ഈ വേദിയിലേക്ക് മർഹബാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടു, നിങ്ങൾ ഇവിടെ വന്നിരുന്നു. എന്തിനാ നിങ്ങൾ വന്നിരുന്നത്? നിങ്ങൾ നാവുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിന്റെ തേട്ടം എന്താണ്? രക്ഷപ്പെടണം, മാറ്റം വരണം, സംസ്കാര സമ്പന്നമായ ഒരു ജീവിതം എനിക്ക് വേണം എന്ന് വിചാരിച്ചിട്ടല്ലേ ഈ തിങ്ങിയ മുറിയിൽ വന്ന് കാല് നീട്ടിയിരിക്കാൻ പോലും സംവിധാനമില്ലാതെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തിങ്ങിക്കൂടിയ ഈ മഹാസദസ്സിൽ നിങ്ങൾ ഇത്ര നേരം മണിക്കൂറുകൾ കാത്തിരിക്കുന്നത് എന്തിനാ? ഇസ്ലാം പഠിക്കാൻ. ചിന്തിക്കോ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അന്ന് കാറില്ല, വിമാനമില്ല, കപ്പലുകളില്ല, സംവിധാനങ്ങളില്ലാത്തൊരു കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് അങ്ങ് ദൂരദേശത്ത് നിന്നൊരു സംഘം വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, പ്രവാചകരെ, എപ്പോഴും താങ്കളുടെ സദസ്സിൽ വന്ന് കേൾക്കണമെന്നാണ് മോഹം. പക്ഷേ എപ്പോഴും വരാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾക്ക് ഇവിടെ വരുന്നതിൻ്റെ വഴിക്ക് പല ശത്രുക്കളെയും അഭിമുഖീകരിക്കാതെ വരാൻ കഴിയില്ല പലപ്പോഴും. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പ്രയാസമുണ്ട്. അതുകൊണ്ട് ഫഹദ്ദിസ്നാ, ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം, ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ബിജമീലിൻ മിനൽ അംരി, ചില കാര്യങ്ങൾ വളരെ ഭംഗിയായി നബിയെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. ഇൻ അമിൽനാ ബിഹി, അതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചാൽ ദഖൽനൽ ജന്ന, ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയണം. ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയാവുന്ന
ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരണമെന്ന് അമുസ്ലിമീങ്ങളായ ആളുകൾ വന്ന് അവർ ഇസ്ലാമികമായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നപ്പോൾ അവര് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാണ്, വനദഉ ബിഹി മൻ വറാഅനാ. മുസ്ലിമീങ്ങളുമായ ആളുകൾ, ഇസ്ലാം സ്വീകരിച്ചവരും സ്വീകരിക്കാത്തവരുമായ ആളുകൾ, അങ്ങനെ അവർ എന്താ ഉദ്ദേശിക്കുന്നത്? വനദഉ ബിഹി മൻ വറാഅനാ, ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ലാത്തവർക്ക് ഞങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കാൻ, ഞങ്ങൾ അവർക്ക് ദഅവത്ത് നടത്താൻ ആവശ്യമായത് പറഞ്ഞു തരണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് 4 കാര്യങ്ങൾ കൊണ്ട് കൽപ്പിച്ചു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാമികമായ കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. നിസ്കാരം, സകാത്ത് പഠിപ്പിച്ചു കൊടുത്തു. നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞ വാചകങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രബോധകന്മാർ മറക്കരുത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളത് പൊന്നുപോലെ സൂക്ഷിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വലിയ വിജ്ഞാനമൊന്നും ഇതുവരെ നേടിയിട്ടില്ലാത്ത തുടക്കക്കാരായ ആളുകൾക്ക് ഇസ്ലാമിന്റെ ബാലപാഠങ്ങളും മറ്റു കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ട് പറയാണ്, ഫഹ്ഫളൂഹുന്ന, നിങ്ങൾ ഇതൊക്കെ ഹൃദിസ്ഥമാക്കണേ, നിങ്ങൾ ഇതൊക്കെ നല്ലോണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണേ. എന്നിട്ടെന്ത് ചെയ്യണം? വദഉ ഇലൈഹിന്ന മൻ വറാഅകും, നിങ്ങളുടെ പിന്നിൽ ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് നിങ്ങളത് എത്തിച്ചു കൊടുത്തിട്ട് അവരെയും നിങ്ങൾ ഇതിലേക്ക് ക്ഷണിക്കണേ. ആലോചിച്ചു നോക്കണം. നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഇൽമ പഠിപ്പിക്കാൻ കിട്ടിയിട്ടില്ലാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കാനാ പറയുന്നത്. പഠിച്ചത് ദഅവത്ത് നടത്താനാ പറയുന്നത്. പഠിച്ചത് ദഅവത്ത് നടത്താനാ പറയുന്നത്. അറിവില്ലാത്തത് സംസാരിക്കാനല്ല, അറിവുള്ളത് സംസാരിക്കാനാണ് പറയുന്നത്. അതുകൊണ്ട് തിരിച്ച് ക്യാമ്പസുകളിൽ എത്തുമ്പോൾ ക്യാമ്പസിന് മാറ്റം വന്നിട്ടില്ല, ഹോസ്റ്റൽ മുറികൾക്ക് മാറ്റം വന്നിട്ടില്ല, നിങ്ങളുടെ പല സഹപാഠികളും അവിടെ തന്നെയുണ്ട്. പക്ഷേ മാറ്റങ്ങൾ നിങ്ങളിലാണ് വന്നത്. ക്ഷമയോടെ, സഹനത്തോടെ ഈ സത്യത്തിന്റെ സന്ദേശം നിങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കണം. ഞാൻ ഒറ്റക്കാണെന്നാരും വിചാരിക്കരുത്. ഒറ്റക്കൊറ്റക്കായിട്ടുള്ള ക്യാമ്പസുകളിലെ പ്രവർത്തനങ്ങളാണ് ഈ വലിയ സംഗമത്തിന്റെ നിമിത്തമായതെന്ന് നമ്മൾ ഓർക്കണം. അതെ, ഏത് ഘട്ടത്തിലും എനിക്ക് മരണം വരാം. ആ മരണത്തിന്റെ സമയത്ത് റബ്ബിർജിഊൻ, റബ്ബേ നീ എന്നെ ഒന്ന് മടക്കിത്തായോ, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഇതുവരെ ഞാൻ ചെയ്യാതെ വിട്ടുപോയ കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തോളാ റബ്ബേ എന്ന് മരണത്തിന്റെ വായയിൽ പെടയുമ്പോ നമ്മൾ പറയുമെന്നാണല്ലോ പറയുന്നത്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പക്ഷേ ആ വിലപിക്കലുകൾക്ക് കാര്യമില്ല. നിനക്ക് ചെന്ന് കിടക്കാനുള്ളത് ഖബറിലാണ്. ആ രൂപത്തിലുള്ള വിലാപം നരകത്തിൽ വെച്ചുകൊണ്ടും മനുഷ്യൻ പറയുമെന്നാണ് അല്ലാഹു പറയുന്നത്. വഹും യസ്തരിഖൂന ഫീഹാ, ആ നരകത്തിൽ കിടന്നുകൊണ്ട് അതേ പാപികൾ അട്ടഹസിച്ചുകൊണ്ട് നിലവിളിച്ച് കരയുകയാണ് നിഷേധികൾ. അവർ പറയുന്നു, റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇതുവരെ ഞങ്ങൾ ചെയ്യാതെ വിട്ടുപോയ സൽക്കർമ്മങ്ങളൊക്കെ ഞങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി ഇതിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇട്ടതായോ എന്ന് നരക വെച്ച് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ മാത്രം, ആലോചിക്കുന്നവർക്ക് ആലോചിക്കാൻ മാത്രം, പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തിക്കാൻ മാത്രം, ദഅവത്തിനൊരുക്കമുള്ളവർക്ക് അതിനു മാത്രം ആവശ്യമായ കാര്യങ്ങളൊക്കെ പകർന്നു തരാനുള്ള നിലക്കുള്ള ആ ഒരു ആയുസ് നിങ്ങൾക്ക് ഞാൻ ദുനിയാവിൽ വെച്ച് തന്നിട്ടില്ലായിരുന്നുവോ? ഈ ആയുസ് നന്നായി വിനിയോഗിച്ചു പരലോകം കൊയ്തെടുത്തോളൂ എന്ന് നിങ്ങളോട് പറയുന്ന വജാഅകുമുൻ നദീർ, മുന്നറിയിപ്പുകാരും നിങ്ങൾക്ക് വന്നിട്ടില്ലായിരുന്നോ? അതൊക്കെയും നിങ്ങൾ അവഗണിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞ് നിങ്ങൾ ജീവിച്ചില്ലേ? അതുകൊണ്ട് രക്ഷയില്ലടോ. ഫദൂഖൂ, നരകത്തിലെ ഈ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചോളൂ, രുചിച്ചോളൂ. ഫമാലിൽ ളാലിമീന മിൻ നസീർ, അക്രമികൾക്ക് ഒരു സഹായിയും ഇല്ല. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നരകത്തിയുടെ വിലാപം കൊണ്ട് പ്രയോജനമില്ല. ഖബറിലെ അട്ടഹാസങ്ങൾ ആരും കേൾക്കാനില്ല. മരണവേളയിൽ നരകത്തിൻ്റെതായ ഭീകര ദൃശ്യങ്ങൾ കണ്ട് പൊട്ടിക്കരയുമ്പോൾ ആരും നമ്മെ രക്ഷിക്കാനില്ല. നമ്മുടെ മാർഗതടസ്സത്തിന് വേണ്ടി മുന്നോട്ട് വന്ന ഒരാളും നമ്മുടെ രക്ഷക്കില്ല. മദ്യത്തിന്റെ ഗ്ലാസ് എടുത്ത് തുടക്കം കുറിച്ചവൻ രക്ഷക്കില്ല. ബ്ലൂ ഫിലിമിന്റെ രൂപത്തിലുള്ള കാര്യങ്ങൾ നിന്റെ മൊബൈലിലേക്ക് അതേ ഡൗൺലോഡ് ചെയ്ത് തന്നവൻ
അതല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് തന്നവൻ ഒരിക്കലും ആ നിലക്കുള്ള സഹായത്തിന് എത്തുന്നില്ല. ആരാരുമില്ലാതെ ഒറ്റക്കൊറ്റക്ക് കഴിയുന്ന ആ ഒരു ദിനം വരാനുണ്ട്. അതേ ഇവിടെ ഓർത്തില്ലേ, പലരും ഓർത്തില്ലേ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഫഹ്മി അതുപോലെ തന്നെ ഒരു കോളേജിന്റെ ക്യാമ്പസിൽ വെച്ച് ചെകുത്താന്മാരുടെ വിളയാട്ടം കാരണത്താൽ ചെകുത്താൻ ബോർഡ് വെച്ച ലോറിയുടെയും ജീപ്പിന്റെയും ഇടികൊണ്ടിട്ട് പെടഞ്ഞു മരിച്ചൊരു പാവം പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ? അത്തരത്തിലുള്ള പല പ്രവർത്തകന്മാരും ആദിലിനെ ഓർമ്മയില്ലേ? ഈ ഉള്ളവന് പേരറിയുന്നവരും അറിയാത്തവരുമായ കൊച്ചനുജന്മാരും വലിയത്തിമാരും ഇന്നവരുടെ ഖബറുകളിലാണ് പ്രിയപ്പെട്ടവരെ. അവരൊക്കെ മരിച്ചപ്പോൾ ആ മരണവാർത്ത കേട്ടുകൊണ്ട് എത്തിയത് നൂറുകണക്കിന് ആളുകളാണ്. എന്ത് ത്യാഗമാണ് അവർ ചെയ്തത്! എന്തേ ക്യാമ്പസുകളിലെ മറ്റു വിദ്യാർത്ഥികളുടെ മരണവാർത്ത കേട്ടപ്പോൾ ഒഴുകിയെത്താത്ത ജനങ്ങൾ അവരുടെ ജനാസ നിസ്കാരത്തിന് എത്തിയിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഈ സഹോദരന് പുറത്തു കൊടുക്കണേ റബ്ബേ, ഖബർ വിശാലമാക്കണേ എന്ന് നെഞ്ചത്ത് കൈവച്ചും മനസ്സ് പൊട്ടിക്കൊണ്ട് നൂറുകണക്കിന് ആളുകൾ ഫഹ്മിക്ക് വേണ്ടി, ആദിലിന് വേണ്ടി, തസ്നിക്ക് വേണ്ടി, അങ്ങനെ പല സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഒഴുകി എത്തിയത് അവരുടെ സൗന്ദര്യം കൊണ്ടായിരുന്നുവോ, സമ്പത്ത് കണ്ടായിരുന്നുവോ, സ്വാധീനം കൊണ്ടായിരുന്നുവോ? അല്ല അല്ല. ഇതുപോലെയുള്ള പ്രോഫ്കോൺ വേദികളിൽ വെച്ച് അവർക്ക് പകർന്നു കിട്ടിയ ഇസ്ലാമിന്റെ ഊർജം അവരുടെ ക്യാമ്പസുകളിൽ പോയിട്ട് പ്രതികൂല സാഹചര്യങ്ങളെയും പരിഗണിക്കാതെ കൃത്യമായി എത്തിച്ചു കൊടുക്കാനുള്ള ആ കുത്തൊഴുക്കിൽ ഒരു തുള്ളികളായി, ഒരു കുഞ്ഞു തുള്ളികളായി അവരും മാറിയതിന്റെ ഏറ്റവും വലിയ ഒരു രൂപത്തിലുള്ള ആദരവാണ്. ഈ ഭൂമിയിൽ നിന്നവരുടെ ബോഡി അവസാനമായി മണ്ണ് ഏറ്റുവാങ്ങുന്നതിന്റെ മുമ്പും അവരുടെ മുമ്പിൽ കേവലം ഭംഗിവാക്കുകൾ പറഞ്ഞ് ആദരാജ്ഞലികൾ എത്തിക്കാൻ എത്തിയവരായിരുന്നില്ല. മറിച്ച് റബ്ബേ പൊറുത്തു കൊടുക്കണേ, പൊറുത്തു കൊടുക്കണേ എന്ന് പറയാൻ എത്തിയത് ഫഹ്മിക്കും ആദിലിനും അതുപോലെയുള്ള ആളുകൾക്കും എത്തിയെങ്കിൽ, അങ്ങനെ നിശ്ചലമായി കട്ടിലിൽ കിടക്കുന്ന ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. അന്ന് ഓടിയെത്തണം ആയിരങ്ങൾ, അന്ന് ഓടിയെത്തണം നമുക്കും വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി. അവിടെ ഒഴുകിയെത്തണം ആയിരങ്ങൾ. എന്തിന്? നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കണം. ശിർക്ക് ചെയ്യാത്ത, തൗഹീദിൽ കറകളഞ്ഞ, വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകളുടെ പ്രാർത്ഥന നമുക്കും ആ തൗഹീദ് നിലനിന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു അത് സ്വീകരിക്കാതിരിക്കുകയില്ല. ആ ഒരു സന്ദേശമായി കൊണ്ടാണ് പ്രിയമുള്ളവരെ നിങ്ങൾ മടങ്ങിപ്പോകേണ്ടത്. എല്ലാ ബഹളങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നിശ്ചലമായി കാലിന്റെ പെരുവിരലുകൾ കൂട്ടിക്കെട്ടി, താടിയല് വായ തുറക്കാതിരിക്കാൻ കൂട്ടിക്കെട്ടി, കൈകാലുകളെല്ലാം ഭദ്രമാക്കി വെച്ച് ആകെ മൂടിയിട്ട് പലരും നമ്മെ ഒരു നോക്കി കാണാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടി വരുന്ന ദിവസത്തിൽ ആ കാഴ്ചകൾ കൊണ്ടൊന്നും ഫലമില്ലാത്തൊരു ദിവസം അല്ലാഹുവേ പുറത്തു കൊടുക്കെന്റെ സഹോദരൻ, എന്റെ സഹോദരിക്കെന്ന് മനസ്സ് പൊട്ടി കരയാൻ മാത്രം നമ്മോട്, നിങ്ങളോട് ആത്മാർത്ഥമായ ഇസ്ലാമിന്റെ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആ രൂപത്തിലുള്ള സൗഹൃദങ്ങൾ നിങ്ങളുടെ ക്യാമ്പസുകളിലും പരിസരങ്ങളിലും വളരട്ടെ. അതിനുവേണ്ട പ്രവർത്തനങ്ങളുടെ ഊർജവുമായിട്ടാണ് നിങ്ങൾ പിരിഞ്ഞു പോകേണ്ടത്. വാഹനത്തിലേറുമ്പോ അല്ലാഹുവിനോട് പറയണം, അല്ലാഹുവേ നിനക്ക് പൊരുത്തമില്ലാത്തൊരു യാത്ര പോലും എന്നിൽ നിന്ന് ഉണ്ടാകരുത്. അല്ലാഹുവേ നല്ല പ്രവർത്തനങ്ങളായിരിക്കണം, നീ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങളല്ലാത്തത്. ക്യാമ്പസിന്റെ ഇങ്ങോട്ട് ബസ് കയറുമ്പോ നിങ്ങൾ അന്ന് പ്രാർത്ഥിച്ചിട്ടോ ഉണ്ടോ ഇല്ലേ എന്നറിയില്ല. പക്ഷേ ഇനി അത് പ്രാർത്ഥിക്കുമ്പോ വല്ലാത്തൊരു മനസ്സുഖത്തോടുകൂടെയാ പ്രാർത്ഥിക്കുന്നത്. പ്രവർത്തനങ്ങളിൽ നിന്ന് ഇനി നീ തൃപ്തിപ്പെടുന്നത് എന്റെ ക്യാമ്പസിൽ തിരിച്ചെത്തിയാലും എനിക്കുണ്ടാകാവൂ. ആ ഒരു ബോധമുണ്ടാകണം. ആ നിലയ്ക്ക് അല്ലാഹുവിന് എല്ലാ ശുക്റുകളും അർപ്പിച്ചുകൊണ്ട്, അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര കഴിഞ്ഞ് അവനവന്റെ പ്രദേശത്തോടടുക്കുമ്പോ പറയും, ആയിബൂന തായിബൂന ആബിദൂന ഹാമിദൂൻ ലിറബ്ബിനാ സാജിദീൻ എന്നൊക്കെ പല രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവേ നിന്റെ മുമ്പിൽ എല്ലാം പശ്ചാത്തപിച്ചു മടങ്ങിക്കൊണ്ട്, നിന്നെ സ്തുതിച്ചുകൊണ്ട്, നിന്നെ വണങ്ങിക്കൊണ്ട്, നിന്നെ നമിച്ചുകൊണ്ട് എന്നൊക്കെ ആ ഒരു പശ്ചാത്താപ മനസ്സുമായി തിരിച്ചു ചെന്നുകൊണ്ട് ഈ സൂചിപ്പിച്ച കാര്യങ്ങളിൽ കൃത്യമായ ഒരു പുനരാലോചനയ്ക്ക് വിധേയമായിക്കൊണ്ട് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള ദഅ്വാ കിറ്റുകളും ആ രൂപത്തിലുള്ള സീഡികളുമൊക്കെ എത്തിയിട്ടില്ലാത്ത ആയിരങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളിൽ ഭാഗഭാക്കായിക്കൊണ്ട് മരിച്ചാലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടേതായ പ്രവർത്തനങ്ങളുടെ അക്കൗണ്ടിലേക്ക് മരിച്ചാലും മുറിയാത്ത രൂപത്തിലുള്ള സൽക്കർമ്മത്തിൻ്റെതായ കൃത്യമായ ഒഴുക്കുകൾ ആ കൃത്യമായി തന്നെ തന്റെ സൽക്കർമ്മങ്ങളിലേക്ക് വന്നു കിട്ടാൻ ഉതകുന്ന പ്രവർത്തനങ്ങളിൽ കൈകോർത്തുകൊണ്ട് മുന്നോട്ട്
മുന്നോട്ട് പോവുക. സർവശക്തനായ നാഥ, ഇവിടെ ഒരുമിച്ച് കൂടിയ സമയങ്ങൾ അത്രയും നീ സ്വീകരിക്കണമേ നാഥ. തിന്മയുടെ കുത്തൊഴുക്കുകളിലേക്ക് ഇനിയും ചെന്ന് ചാടാതെ നീ ഞങ്ങളെ നിയന്ത്രിക്കണമേ നാഥ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണമേ നാഥ. ഞങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന അനുസരിക്കുന്ന മക്കളാക്കി മാറ്റണം നാഥ. നാടിനും നാട്ടാർക്കും സമൂഹത്തിനും ഉപകാരമുള്ള സർവോപരി പാരത്രികമായ ലോകത്ത് സ്വർഗീയമായ സമാധാനത്തിന്റെ ലോകത്തിൽ ഒന്നിച്ചു ചേരാൻ തൗഫീക്ക് ലഭിക്കപ്പെടുന്ന നല്ലവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നാഥ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.